സെൻട്രൽ ഗവൺമെന്റ് അധികാരം അവർ വിനിയോഗിക്കാനുള്ള സാധ്യത ഇനി കൂടുതലാണ്. തുടർച്ചയായിട്ട് ഗവർണറെ തടയുകയാണ്. അതുകൊണ്ട് നാഷണൽ സെക്യൂരിറ്റി ആക്ട് വെച്ചിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഇവരെക്കെതിരായി അദ്ദേഹത്തിനെ തടയുന്ന ആ വ്യക്തികൾക്കെതിരായി കേസെടുക്കാനുള്ള സാധ്യതകൾ ഇപ്പം വളരെ കൂടുതലായിട്ടാണ് ഞാൻ കാണുന്നത്. ഗവർണറെ തടഞ്ഞവരെയൊക്കെ ജാമ്യം കൊടുക്കാനുള്ള സംവിധാനത്തോടുകൂടിയാണ് അറസ്റ്റും അവരെ ജാമ്യത്തിൽ വിടലും അല്ലെങ്കിൽ കോടതിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ്. അത് ഭരണഘടനയോടുള്ള ഒരു വെല്ലുവിളിയായിട്ടേ കാണാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് അത് ചെയ്യുന്ന ആൾക്കാർ സൂക്ഷിക്കുക. ഈ കുട്ടികൾ ചിലപ്പം ഇവരെ തുടർച്ചയായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി ആക്ട് അനുസരിച്ച് ഒരു കേസ് കൂടി എടുക്കാം. വയനാട്ടിൽ നിന്ന് മടങ്ങിയ ഗവർണറെ SFI കുട്ടികൾ മട്ടന്നൂർ വെച്ച് വീണ്ടും തടഞ്ഞു, കരിങ്കൊടി കാണിച്ചു. അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവരെ നേരിടാൻ തയ്യാറായി. ഇപ്പോൾ Z+ കാറ്റഗറിയാണ് അദ്ദേഹത്തിന്. ആ പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിനെ കാറിൽ കയറാൻ നിർബന്ധിച്ചു. അദ്ദേഹത്തിനെതിരായിട്ട് കരിങ്കൊടി കാണിച്ചവരെ നേരെ അദ്ദേഹം ചുണയുണ്ടെങ്കിൽ വാ എന്നുള്ള രീതിയിൽ വെല്ലുവിളിച്ചു. ഇത് കുറച്ച് നാളുകളായി കേരളത്തിലെ ഗവർണർക്കെതിരായി SFI DYFI ആൾക്കാർ കരിങ്കൊടി കാണിക്കുകയാണ്. അത് രാഷ്ട്രീയപരമായി നേരിടുന്നൊരു പ്രക്രിയയാണെങ്കിലും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഗവർണറെ ഈ രീതിയിൽ റോഡിൽ ഇട്ട് തടയുന്നതും കരിങ്കൊടി കാണിക്കുന്നതും അത് തീർച്ചയായിട്ടും ഭരണകക്ഷിക്ക് നല്ലൊരു ലക്ഷണമല്ല, നല്ല കാര്യവുമല്ല. രാഷ്ട്രീയപരമായി എത്ര അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ശരി, അദ്ദേഹം ഗവർണറാണ്, അത് മനസ്സിലാക്കണം. രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടെന്ന് വിചാരിച്ച് അദ്ദേഹത്തിനെ റോഡ് മുഴുവൻ തടയുക, അതൊക്കെ പാർട്ടി കുറച്ചുകൂടെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണത്. കാരണം ഇദ്ദേഹം ഇപ്പോൾ വയനാട്ടിൽ പോയി ആന ചവിട്ടിക്കൊന്ന അജീഷിൻ്റെ വീടിലും അതുപോലെ തന്നെ അദ്ദേഹം പോളിൻ്റെ വീട്ടിലും ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കാൻ പോയി. 2 ദിവസം മുമ്പ് അവിടെ ലോ ആൻഡ് ഓർഡർ സ്വല്പം പ്രശ്നം ഗുരുതരമായതുകൊണ്ട് അദ്ദേഹം പോയില്ല. എങ്കിലും സംഭവം അറിഞ്ഞ ഉടനെ ഞാൻ ആ സ്ഥലത്ത് പോകാൻ തയ്യാറെടുത്തതാണ് ഗവർണർ. ഏതായാലും ലോ ആൻഡ് ഓർഡറും അവിടുത്തെ പ്രക്ഷോഭമൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഒരു ദിവസം താമസിച്ചാണ് അവിടെ ചെന്നത്. വീടുകളിൽ ചെന്ന് അവരെയൊക്കെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം മടങ്ങി. കണ്ണൂർ അദ്ദേഹത്തിനെ കരിങ്കൊടി കാണിച്ചത് അത് കേരളത്തിൻ്റെ ഗവർണറാണ്, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുള്ളൊരു ഗവർണറാണ്. അത് 124 IPC പ്രകാരമുള്ള ഒരു കുറ്റമാണ്, 7 വർഷത്തെ തടവ്. അദ്ദേഹത്തിന് എതിരായിട്ട് ത്രട്ടൻ ചെയ്യുക, മുദ്രാവാക്യം വിളിക്കുക, ഭീഷണിപ്പെടുത്തുക, കരിങ്കൊടി കാണിക്കുക, ഇതൊക്കെ ഒരു അറ്റംപ്റ്റ് ടു അസാൾട്ടിലോട്ട് വരികയാണ്. അതുകൊണ്ട് അതിന് തക്കതായ ഒരു അറസ്റ്റോ ഡീറ്റൻഷനോ ഒന്നും ഉണ്ടായില്ല. ഗവർണർക്ക് എതിരായി കേസെടുത്തിട്ടുണ്ടെങ്കിൽ ആരായാലും ശരി അവരെ ഡീറ്റെയിൻ ചെയ്തിട്ട് ആ കുറ്റച്ചാർജ് ഒരാഴ്ചക്കകം അത് കുറ്റച്ചാർജ് അവർക്കെതിരായിട്ട് കൊടുക്കണം. പോലീസ് അതാണ് ചെയ്യേണ്ടത്. പോലീസിനകത്ത് ഒത്തിരി വീഴ്ച പറ്റുന്നുണ്ട്. ഗവർണറെ തടഞ്ഞവരെയൊക്കെ ജാമ്യം കൊടുക്കാനുള്ള സംവിധാനത്തോടുകൂടിയാണ് അറസ്റ്റും അവരെ ജാമ്യത്തിൽ വിടലും അല്ലെങ്കിൽ കോടതിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ്. അത് ഭരണഘടനയോടുള്ള ഒരു വെല്ലുവിളിയായിട്ടേ കാണാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് അത് ചെയ്യുന്ന ആൾക്കാർ സൂക്ഷിക്കുക. ഈ കുട്ടികൾ ചിലപ്പം ഇവരെ തുടർച്ചയായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി ആക്ട് അനുസരിച്ച് ഒരു കേസ് കൂടി എടുക്കാം. കാരണം ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചുള്ള ഒരാളെയാണ് ത്രട്ടൻ ചെയ്യുന്നതും ഭീഷണിപ്പെടുത്തുന്നതും വഴി തടയാൻ ശ്രമിക്കുന്നതും. അങ്ങനെ ഗവർണറെ തടഞ്ഞാൽ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം ഇവരെ സെൻട്രൽ ഗവൺമെന്റിനെ ഡീറ്റെയിൻ ചെയ്യാനുള്ള അധികാരമുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിനുമുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് അധികാരം അവർ വിനിയോഗിക്കാനുള്ള സാധ്യത ഇനി കൂടുതലാണ്. തുടർച്ചയായിട്ട് ഗവർണറെ തടയുകയാണ്. അതുകൊണ്ട് നാഷണൽ സെക്യൂരിറ്റി ആക്ട് വെച്ചിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഇവരെക്കെതിരായി അദ്ദേഹത്തിനെ തടയുന്ന
ആ വ്യക്തികൾക്കെതിരായി കേസെടുക്കാനുള്ള സാധ്യതകൾ ഇപ്പം വളരെ കൂടുതലായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നത്. ഇന്ത്യൻ പ്രസിഡന്റിനെതിരായിട്ടും ഗവർണർമാർക്കെതിരായിട്ടും അത് വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഈ കുട്ടികളെ അവരുടെ ഭാവി നശിക്കും. ഇനി 7 ദിവസത്തിനകം അല്ലെങ്കിൽ ഗവർണർക്കെതിരായിട്ട് ഇതുപോലെ ഒരു അറ്റാക്കോ അസോൾട്ടോ അല്ലെങ്കിൽ 124 IPC പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരാഴ്ചക്കുള്ളിൽ ചാർജ് കൊടുക്കണം ആ പോലീസ് ഉദ്യോഗസ്ഥർ. അത് രാഷ്ട്രീയപരമായിട്ട് വലിച്ചു നീട്ടാൻ കഴിയില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ 6-7 FIR ആയി കഴിഞ്ഞാൽ നാഷണൽ സെക്യൂരിറ്റി അനുസരിച്ചുള്ള കേസ് വരും എന്നാണ് ഞാൻ കരുതുന്നത്. അതിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് ആ കുട്ടികളെ കൊണ്ട് ചൂട് ചോറ് വാരിക്കരുത്. അവര് വെറുതെ വിടുക. പ്രതിഷേധം മറ്റു രീതിയിൽ എവിടെയെങ്കിലും ഗവർണറുടെ ഓഫീസിന്റെ മുമ്പിലോ അവിടെ എവിടെയെങ്കിലും നടത്തുക. യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് അവർ ഹനിക്കുന്നത്. ഇന്ത്യയിലെ ഒരു പൗരന് എവിടെ വേണേലും യാത്ര ചെയ്യാം. ആ യാത്ര തടസ്സം ചെയ്യാൻ പാടില്ല. എവിടെ വേണേലും ജീവിക്കാം, എവിടെ വേണേലും ജോലി ചെയ്യാം, എവിടെ വേണേലും വീട് വെച്ച് താമസിക്കാം. അദ്ദേഹത്തിന്റെ യാത്രയ്ക്കാണ് ഒരു ഗവർണറായിട്ടും ആ യാത്രയ്ക്കാണ് നിത്യേന അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ തടസ്സം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രയോഗിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.